2014 മധ്യപ്രദേശിന്റെ തലസ്ഥാനമായ ഭോപ്പാൽ. അവിടെ താമസിക്കുന്ന രാജേഷ് പർമർ എന്നയാൾ ഒരു ദിവസം മറ്റൊരാളുമായി വഴക്കുണ്ടാക്കുകയും ആ വഴക്ക് വളരെ മൂർച്ഛിച്ച് രാജേഷ് പർമർ അയാളെ കൊല്ലുകയും ചെയ്തു. തുടർന്ന് പോലീസ് രാജേഷിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. 2016 കീഴ്ക്കോടതി അയാളുടെ വിധി പ്രഖ്യാപിച്ചു. ജീവപര്യന്തം തടവിനായിരുന്നു ശിക്ഷിച്ചത്. തുടർന്ന് രാജേഷ് ഹൈക്കോടതിയിൽ ഡിസ്ട്രിക്ട് കോർട്ടിന്റെ തീരുമാനത്തെ എതിർത്തുകൊണ്ട് ഒരു അപ്പീൽ ഫയൽ ചെയ്തു. പക്ഷേ പിന്നീടും ഒരു വിധിയും വന്നില്ല. അവസാനം 2019 അപ്പോഴേക്കും രാജേഷ് 5 വർഷം ജയിലിൽ കഴിഞ്ഞിരുന്നു. 2019 രാജേഷിന്റെ അച്ഛൻ മരിക്കുന്നു. ഇപ്പോൾ വീടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ അച്ഛന്റെ അവസാന കർമ്മങ്ങളൊക്കെ ചെയ്യാനോ ആരും ഉണ്ടായിരുന്നില്ല. അതിനാൽ രാജേഷ് പരോളിന് അപേക്ഷിച്ചു. കോടതി അയാൾക്ക് 14 ദിവസത്തെ പരോൾ അനുവദിച്ചു. 2019 ജൂൺ മാസം 15-നായിരുന്നു രാജേഷിന്റെ അച്ഛൻ മരിച്ചത്. ജൂൺ മാസം 16-ാം തീയതി രാജേഷ് പരോൾ നേടി ജയിലിൽ നിന്നും പുറത്തിറങ്ങി. ജൂൺ 29 വൈകുന്നേരം 5 മണിക്ക് മുൻപ് രാജേഷ് ജയിലിലേക്ക് തിരികെ പോകണമെന്നുള്ളതായിരുന്നു പരോൾ അപേക്ഷയിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം രാജേഷ് അച്ഛന്റെ അവസാന കർമ്മങ്ങളെല്ലാം നിർവഹിച്ചു. പതിയെ സമയം കടന്നുപോയി. 14 ദിവസം വളരെ വേഗത്തിൽ എങ്ങനെ കടന്നുപോയെന്ന് അയാൾക്ക് പോലും മനസ്സിലായില്ല. ഒടുവിൽ ജൂൺ മാസം 29 രാജേഷ് ജയിലിലേക്ക് മടങ്ങേണ്ട ആ ദിവസം എത്തി. വൈകുന്നേരം 5 മണിക്ക് എത്തണം. ജയിൽ അയാളുടെ വീട്ടിൽ നിന്നും അത്ര അകലെയൊന്നും ആയിരുന്നില്ല. ഭോപ്പാൽ സെൻട്രൽ ജയിലിലേക്ക് എത്താൻ ഏകദേശം 1 മണിക്കൂർ മാത്രമേ ആവശ്യമുള്ളൂ. ജൂൺ മാസം 29 രാവിലെ വളരെ വിചിത്രമായൊരു ദിവസമായിരുന്നു അന്ന്. രാജേഷ് താമസിച്ചിരുന്ന അയൽപ്പക്കത്തുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും തീയും പുകയും ഉയരുന്നത് കണ്ടു. ഉടൻ തന്നെ അഗ്നിശമന സേനയെ വിളിച്ചു. അവർ പെട്ടെന്ന് സ്ഥലത്തെത്തി. നാട്ടുകാരെല്ലാം സഹായിക്കാൻ തുടങ്ങി. രാജേഷ് ആ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. കുറച്ചു സമയത്തിന് ശേഷം തീ നിയന്ത്രണ വിധേയമാക്കി. അഗ്നിശമന സേന മാത്രമാണ് വീടിനുള്ളിലേക്ക് പോയത്. അപ്പോഴേക്കും ലോക്കൽ പോലീസും അവിടെ എത്തിയിരുന്നു. അകത്ത് പൂർണ്ണമായും കത്തിക്കരിഞ്ഞ ഒരു മൃതദേഹം കണ്ടെത്തി. ആ വീട്ടിൽ താമസിച്ചിരുന്നത് രാജേഷ് മാത്രമായതിനാൽ അത് അദ്ദേഹത്തിന്റെ മൃതദേഹമാണെന്നും അയൽക്കാർ കരുതി. പക്ഷെ പ്രശ്നം എന്താണെന്ന് അറിയണ്ടേ? മുഖം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അത് യഥാർത്ഥത്തിൽ രാജേഷ് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ വ്യക്തമായ തെളിവുകളും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും രാജേഷ് ഒഴികെ മറ്റാരും അവിടെ താമസിച്ചിരുന്നില്ല. അതിനാൽ എല്ലാവരും അത് അയാൾ ആയിരിക്കുമെന്ന് വിശ്വസിച്ചു. പക്ഷേ മൃതദേഹം യഥാർത്ഥത്തിൽ രാജേഷിൻ്റെതാണോ അതോ മറ്റാരുടേതെങ്കിലും ആണോ എന്ന് പോലും പോലീസിന് സംശയമുണ്ടായിരുന്നു. പോലീസ് അവരുടെ അന്വേഷണം ആരംഭിച്ചു. വീടിന്റെ ഒരു മുറിയിൽ മാത്രമാണ് തീ പടർന്നിരുന്നത്. ബാക്കി ഭാഗങ്ങൾ പൂർണ്ണമായും കേടുകൂടാതിരുന്നു. തീ പടർന്ന മുറിയുടെ തൊട്ടടുത്തുള്ള മുറിയിൽ അവർക്കൊരു കുറിപ്പ് ലഭിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: എനിക്കിനി ജയിലിൽ തുടരാൻ കഴിയില്ല. ഈ ജീവിതം വളരെ ദുഷ്കരമാണ്. എനിക്കിത് വേണ്ട. മുൻപ് പോലും എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അച്ഛനും പോയി. ഭാവിയിൽ എനിക്ക് വീണ്ടും പരോളിൽ പുറത്തിറങ്ങാൻ കഴിയുമോ എന്ന് പോലും അറിയില്ല. എൻ്റെ മാതാപിതാക്കൾ ഇല്ലാതെ ഈ ജീവിതം നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ബന്ധുക്കളും ഇല്ല. എൻ്റെ മാതാപിതാക്കൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഇനി ഞാൻ എങ്ങനെ ഈ ജീവിതം നയിക്കും? എൻ്റെ ജീവിതം അർത്ഥശൂന്യമായി. അതുകൊണ്ടാണ് ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദികളാകരുത്. ഈ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയപ്പോൾ മരിച്ചയാൾ രാജേഷ് ആണെന്ന നിഗമനത്തിലും എത്തി. ആത്മഹത്യാക്കുറിപ്പിലെ കൈയക്ഷരം പോലീസിന്റെ കൈവശമുള്ള രാജേഷിന്റെ സ്വന്തം എഴുത്തുമായോ അയാൾ സ്വയം എഴുതിയ പ്രസ്താവനകളുമായോ വീട്ടിൽ നിന്നും അയാൾ എഴുതിയ മറ്റെന്തെങ്കിലുമായോ താരതമ്യം ചെയ്തു നോക്കി. കൈയക്ഷര വിദഗ്ധരും അതെ, ഇത് രാജേഷിന്റെ കൈയക്ഷരമാണെന്ന് സ്ഥിരീകരിച്ചു. അങ്ങനെ ഈ കുറിപ്പിനെ കുറിച്ച് ലോക്കൽ പോലീസ് സെൻട്രൽ ജയിലിൽ അറിയിച്ചു. രാജേഷ് മരിച്ചതായും ആത്മഹത്യ ചെയ്തതായും പറഞ്ഞു. ആത്മഹത്യാക്കുറിപ്പിനോടൊപ്പം അയാളുടെ മൃതദേഹം കണ്ടെത്തിയതായും റിപ്പോർട്ട് ചെയ്തു. സത്യത്തിൽ രാജേഷ് ജയിലിലേക്ക് മടങ്ങുന്നതും കാത്ത് അന്നത്തെ ദിവസം വൈകുന്നേരം 5 മണിക്ക് മുൻപ് സെൻട്രൽ ജയിൽ അധികൃതർ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ അതിനു മുൻപ് തന്നെ ചില ലോക്കൽ പോലീസ് സെൻട്രൽ ജയിലിലെത്തി കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. രാജേഷ് ഒരു തടവുകാരനായിരുന്നു. ഇപ്പോൾ അയാൾ മരിച്ചു. അത് പക്ഷപാതപരമോ മറ്റെന്തെങ്കിലും ആകട്ടെ, അയാൾ മരിച്ചു. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു തടവുകാരൻ മരിച്ചാലോ അല്ലെങ്കിൽ കേസ് നേരിടുന്ന ആരെങ്കിലും നടപടിക്രമങ്ങൾക്കിടെ മരിച്ചാലോ കേസ് അവസാനിപ്പിക്കുമെന്ന് നിയമം പറയുന്നു. അതിനാൽ ഈ കേസ് അവസാനിപ്പിക്കാൻ സെൻട്രൽ ജയിൽ അധികൃതർ തീരുമാനിച്ചു. അതേസമയം പോലീസ് ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലുമായിരുന്നു. എന്നാൽ അതേസമയം കൂടുതൽ തെളിവുകളും ശേഖരിക്കുകയായിരുന്നു. കാരണം കാര്യം വളരെ ലളിതമായി തന്നെ തോന്നി. കുറിപ്പ് കണ്ടെത്തിയതും ഡെഡ് ബോഡി ലഭിച്ചതുമൊക്കെ. പക്ഷേ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു.
2 ദിവസത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചു. റിപ്പോർട്ട് ഈ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം അത് വായിച്ചു പൂർണ്ണമായും ഞെട്ടിപ്പോയി. തുടർന്ന് അദ്ദേഹം തന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരോടും സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരോടും ഇതെല്ലാം പറഞ്ഞു. യഥാർത്ഥ മരണകാരണം ശ്വാസമുട്ടലാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കഴുത്ത് ഞെരിച്ചാണ് ആരോ അയാളെ കൊന്നത്. പോലീസിന്റെ നിഗമനമനുസരിച്ചാണെങ്കിൽ പൊള്ളലേറ്റ് മരിച്ചു എന്നാണ് റിപ്പോർട്ട് വരേണ്ടത്. പക്ഷേ യഥാർത്ഥ മരണകാരണം ശ്വാസമുട്ടലാണെന്നും പിന്നീട് മൃതദേഹം കത്തിച്ചുവെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. പോലീസിന് അവിടെ ഒരു വലിയ ചോദ്യമുണ്ടായിരുന്നു. മരിച്ചയാൾ ഒരു സൂസൈഡ് നോട്ട് എഴുതിയതായും ആ കൈയക്ഷരം അതേ വ്യക്തിയുടെ കൈയക്ഷരവുമായി പൊരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ അയാൾ തീയിൽ മരിച്ചതല്ല എന്നും മറ്റൊരാൾ കഴുത്ത് ഞെരിച്ച് കൊന്നതാണെന്നും കാണിച്ചത് എന്തുകൊണ്ട്? ആരെങ്കിലും അയാളെ കൊല്ലണം അല്ലെങ്കിൽ ജീവൻ എടുക്കേണ്ട ഒരു ആവശ്യകത എന്താണ്? അയാൾ 5 വർഷമായി ജയിലിലാണ്. പരോളിൽ പുറത്തിറങ്ങി വീണ്ടും ജയിലിലേക്ക് തന്നെ മടങ്ങും. പിന്നെയും എന്തിനയാളുടെ ജീവൻ എടുക്കാൻ മറ്റൊരാൾ ശ്രമിക്കണം? പോലീസിന് ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല. ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കണ്ടെത്തേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെറ്റ് സംഭവിച്ചിരിക്കുമോ എന്നവർ വീണ്ടും ഡോക്ടറോട് ചോദിച്ചു. പക്ഷെ ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞു. ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. മരണത്തിന്റെ യഥാർത്ഥ കാരണം പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി കഴുത്ത് ഞെരിച്ചു കൊന്നുവെന്ന് എഴുതിയിരുന്നു. ഇപ്പോൾ ഈ കേസ് മുതിർന്ന ഉദ്യോഗസ്ഥന്റെ കൈകളിലേക്ക് എത്തി. കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ എല്ലാ ഫോട്ടോസും എടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ സമയമായപ്പോഴേക്കും മൃതദേഹം അവിടെ പക്കലില്ലായിരുന്നു. കാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആ ഡെഡ് ബോഡിയുടെ അവസാന ചടങ്ങുകളെല്ലാം നടത്തിയിരുന്നു. അതിനാൽ വളരെ ഗൗരവമേറിയതും വളരെയധികം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കേസുമാണെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥന് തോന്നി. ഒറ്റ നോട്ടത്തിൽ വളരെ ലളിതമാണെന്ന് തോന്നിയാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആരും അയാളെ കൊലപ്പെടുത്തിയതായി പറയുന്നുണ്ട്. അപ്പോൾ അതൊരു കൊലപാതകമാണ്. കേസ് വളരെ ശ്രദ്ധയോടും ആഴത്തിലും അന്വേഷിക്കേണ്ടതുണ്ട്. കുറ്റകൃത്യം നടന്ന സ്ഥലത്തു നിന്നും എടുത്ത എല്ലാ ഫോട്ടോസും മുതിർന്ന ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടു. ഓരോ ചിത്രവും അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവം നോക്കി. പക്ഷെ ഒരു ഫോട്ടോ അദ്ദേഹത്തിന്റെ കണ്ണിൽ പതിഞ്ഞു. ആ ചിത്രത്തിൽ ഇരയുടെ കാലുകൾ പരസ്പരം ശക്തമായി അമർന്നിരിക്കുന്നതായി, ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായി അദ്ദേഹം ശ്രദ്ധിച്ചു. അത് വളരെ വിചിത്രമായിരുന്നു. സാധാരണയായി ആരെങ്കിലും ആത്മഹത്യ ചെയ്യുകയോ തീയിൽ കിടന്ന് വേദനാജനകമായ മരണമോ സംഭവിച്ചാൽ ആ വ്യക്തി ഇങ്ങനെ ഫ്രീസായി നിൽക്കുകയില്ല. ശരീരം അനക്കാതൊന്നും ഇരിക്കില്ല. ശരീരം കത്തുമ്പോൾ ആളുകൾ സാധാരണയായി അവരുടെ കൈകാലുകളിട്ട് അടിക്കുകയും ചലിപ്പിക്കുകയും ഒക്കെ ചെയ്യും. ഒരിക്കലും കൈകാലുകൾ ഒരുമിച്ച് ഒട്ടിപ്പിടിച്ച് വയ്ക്കില്ല. എന്നാൽ ഈ ഫോട്ടോയിൽ ആരോ കെട്ടിയതുപോലെ 2 കാലുകളും ഒരുമിച്ച് ഒട്ടിയിരിക്കുന്നു. കയറില്ലെങ്കിൽ പോലും കാലുകൾ പരസ്പരം ചേർന്നിരിക്കുകയാണ്. ഇത് മുതിർന്ന ഉദ്യോഗസ്ഥന് വളരെ വിചിത്രമായി തന്നെ തോന്നി. പോലീസിനെ അമ്പരപ്പിച്ച മറ്റൊരു കാര്യം, തീ പടരുമ്പോൾ അത് കത്തുന്നതിനനുസരിച്ച് പിന്നെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു ഘട്ടത്തിലേക്ക് എത്തും. ആ തീ മുഴുവൻ ശരീരത്തെയും വീടിനെയും വിഴുങ്ങുകയും ചെയ്യും. എന്നാൽ ഇവിടെ മുഖവും അരയ്ക്ക് മുകളിലുള്ള ശരീരവും മാത്രമേ കത്തിക്കരിഞ്ഞിട്ടുള്ളൂ. അരയ്ക്ക് താഴെയുള്ള ശരീരം പൊള്ളലേറ്റിട്ടില്ല. രാജേഷിന്റെ അരയ്ക്ക് മുകളിൽ മാത്രം എങ്ങനെയാണ് തീ ഇത്ര കഠിനമായി ബാധിച്ചത്? അദ്ദേഹത്തിന്റെ മുഖം ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. എന്നിട്ടും അരയ്ക്ക് താഴെയുള്ള ശരീരഭാഗങ്ങളിലൊന്നും പൊള്ളലേറ്റിട്ടില്ല. ഇത് മുതിർന്ന ഉദ്യോഗസ്ഥനെ വല്ലാതെ ചിന്തിപ്പിച്ചു. വളരെ വിചിത്രമായി തന്നെ തോന്നി. തീ നിയന്ത്രിക്കാൻ പ്രയാസമാണ്. അത് എവിടെയും പടരും. എന്നാൽ ഇവിടെ ശരീരത്തിന്റെ മുകൾ ഭാഗം മാത്രമേ കത്തി നശിച്ചിട്ടുള്ളൂ. ഈ ഒരു വസ്തുത പോലീസിനെ എന്തോ തെറ്റായി സംഭവിക്കുന്നു എന്നുള്ള സംശയം ജനിപ്പിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതെല്ലാം കൃത്യമാണെന്ന് അവർ വിശ്വസിച്ചു. ഇതൊരു കൊലപാതകം പോലെ തോന്നി. തുടർന്ന് പോലീസ് രാജേഷിന്റെ പശ്ചാത്തലം അന്വേഷിച്ചു. സംശയം ജനിപ്പിക്കുന്ന ഒന്നും തന്നെ കണ്ടെത്താനായില്ല. അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് അന്വേഷിക്കാനായി സെൻട്രൽ ജയിലിലേക്ക് പോയി. അയാൾ അവിടെ നന്നായി പെരുമാറിയെന്നും മറ്റുള്ളവരുമായി നന്നായി ഇടപഴകിയെന്നും മനസ്സിലായി. അവന്റെ ഫോൺ രേഖകളെല്ലാം എടുക്കാൻ തീരുമാനിച്ചു. മോചിതനായ ശേഷം മറ്റെവിടെയും ആക്ടിവിറ്റി കാണിക്കാത്ത ഒരു ഫോൺ നമ്പർ അയാൾക്കുണ്ടായിരുന്നു. ജൂൺ 29 ആ നമ്പർ സ്വിച്ച് ഓഫ് ആയിരുന്നു. അന്നത്തെ ദിവസം എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ പോലീസിന് വ്യക്തമായ തെളിവുകളില്ലായിരുന്നു. ജൂൺ 29 മുൻപുള്ള അയാളുടെ കോൾ റെക്കോർഡുകളെല്ലാം പരിശോധിച്ചു. ജയിലിൽ നിന്നും വിളിച്ചതിന് ശേഷം അയാൾ ആരൊക്കെ വിളിച്ചുവെന്ന് നോക്കുന്നു. അധികം ആരെയും അങ്ങനെ വിളിച്ചിട്ടില്ല. പക്ഷെ ഒരു നമ്പറിൽ ആവർത്തിച്ച് വിളിച്ചിരുന്നു. അയാൾ ആ വ്യക്തിയുമായി അധികമൊന്നും സംസാരിച്ചിട്ടില്ല. ഒരുപക്ഷെ ഒരു ദിവസത്തിൽ 1-2 തവണ. പക്ഷെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഒരു കോൺടാക്റ്റുമായി കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു വ്യക്തി ആരാണെന്ന് അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചു. അങ്ങനെ ആ ഒരു നമ്പറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ശേഖരിച്ചു. നമ്പർ കണ്ടെത്തിയപ്പോൾ ഉടമയുടെ പേര് നിഹാൽ എന്നായിരുന്നു. ഈ നിഹാൽ ഒരിക്കൽ രാജേഷിന്റെ വീട്ടിൽ വാടകക്കാരനായി താമസിച്ചിരുന്നെങ്കിലും കുറച്ച് മാസങ്ങൾക്ക് മുൻപ് സ്ഥലം മാറിപ്പോയതായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. നിഹാലിന്റെ ഫോൺ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തപ്പോൾ അയാൾ ഗുജറാത്തിലാണെന്ന് കണ്ടെത്തി.
അങ്ങനെ പോലീസ് നേരെ ഗുജറാത്തിലേക്ക് പോയി. നിഹാൽ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെന്ന് അവനെ കസ്റ്റഡിയിലെടുത്തു. രാജേഷുമായി നീ ഫോണിൽ സംസാരിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. നിഹാൽ അതെ. രാജേഷിന്റെ വീട്ടിൽ താൻ താമസിച്ചിരുന്നതായും അയാൾ പരോളിൽ പുറത്തിറങ്ങിയതിനു ശേഷം വല്ലാതെ അസ്വസ്ഥനായിരുന്നുവെന്നും അതുകൊണ്ട് അയാളുമായി സംസാരിച്ചുവെന്നും രാജേഷ് നിഹാലിനെ വിളിച്ചിട്ടുണ്ടെന്നും നിഹാൽ പറഞ്ഞു. രാജേഷ് എല്ലാ ദിവസവും തന്നെ വിളിക്കാറുണ്ടെന്നും ജയിലിലേക്ക് മടങ്ങാൻ തനിക്ക് ആഗ്രഹമില്ല എന്നുമൊക്കെ രാജേഷ് പറഞ്ഞതായി നിഹാൽ പോലീസിനോട് പറഞ്ഞു. ജയിൽ ജീവിതം ഭയാനകമാണ്. നമ്മൾ പുറമേ താമസിക്കുന്നത് പോലുള്ള ഒരു ജീവിതമേ അല്ല അത്. അതിനാൽ അയാൾ തിരിച്ചു പോകാൻ ആഗ്രഹിച്ചില്ല. പോലീസിന് അപ്പോഴും സംശയങ്ങൾ ബാക്കിയായി. വീണ്ടും വീണ്ടും നിഹാലിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഭോപ്പാലിലേക്ക് തിരികെ കൊണ്ടുവന്ന് കസ്റ്റഡിയിലെടുത്ത് വീണ്ടും ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് നിഹാൽ പതിയെ സത്യം പറയാൻ തുടങ്ങിയത്. രാജേഷ് പുറത്തു വന്ന ആദ്യ ദിവസങ്ങളിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ജൂൺ മാസം 25, 26 ഈ തീയതിയോടടുത്തപ്പോൾ തിരികെ പോകാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അദ്ദേഹം അങ്ങേയറ്റം അസ്വസ്ഥനായി. രാജേഷ് നിഹാലിനോട് പറഞ്ഞു, എനിക്ക് വീണ്ടും ജയിലിലേക്ക് പോകാൻ താല്പര്യമില്ല. കാരണം അതിനുശേഷം എനിക്ക് പരോളിൽ പുറത്തിറങ്ങാൻ ഒരിക്കലും കഴിയില്ല. ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ശിക്ഷ ശരിവെച്ചാലും എനിക്ക് ജീവപര്യന്തം തടവ് വിധിച്ചാലും എൻ്റെ ജീവിതം മുഴുവനും ജയിലിലായിരിക്കും. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു പോം വഴി രാജേഷ് നിഹാലിനോട് ചോദിച്ചു. ഈ സമയത്ത് നിഹാൽ രാജേഷിനോടൊരു കാര്യം പറഞ്ഞു. നിയമത്തിന്റെ മുന്നിൽ നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ വീണ്ടും ജയിലിലേക്ക് പോകേണ്ടതില്ല. നിങ്ങളുടെ കേസ് അവസാനിപ്പിക്കും. പക്ഷേ നിയമത്തിന്റെ മുന്നിൽ നിങ്ങൾ മരിച്ചതായി തോന്നണം. നിഹാൽ ഇത് പറഞ്ഞപ്പോൾ രാജേഷ് വല്ലാതെ പരിഭ്രാന്തനായി. തനിക്ക് മരിക്കണ്ട, ആത്മഹത്യ ചെയ്യാൻ ഭയമാണ്. ഇതായിരുന്നു രാജേഷ് പറഞ്ഞത്. പക്ഷേ നിഹാൽ അവനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ജൂൺ 29 രാജേഷിന് തിരികെ ജയിലിലേക്ക് മടങ്ങേണ്ടത്. എന്നാൽ ജൂൺ മാസം 28 രാജേഷും നിഹാലും ആ നഗരം വിട്ട് പുറത്ത് രാജേഷിൻ്റെതിന് സമാനമായ ഉയരമുള്ള ഒരാളെ തേടി ഭോപ്പാലിൽ ഇങ്ങനെ ചുറ്റി നടന്നു. ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഒരു പെട്രോൾ പമ്പിലെത്തി. രാജേഷിനോട് സാമ്യമുള്ള ഒരാളെ കണ്ടെത്തി. അയാളുടെ പേര് രാജു എന്നാണ്. അയാൾ ബീഹാറിൽ നിന്നുള്ളയാളാണ്. ജോലിക്കായി ഇവിടേക്ക് വന്നതാണ്. ആ യുവാവിനെ കണ്ടപ്പോൾ തങ്ങളുടെ പദ്ധതിക്ക് യോജിച്ച വ്യക്തിയാണെന്ന് അവർക്ക് തോന്നി. രാജേഷ് പാർമറും നിഹാലും അയാളോട് സംസാരിക്കാൻ തുടങ്ങി. ഒരു സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചു. സംസാരിച്ചുകൊണ്ടേയിരുന്നു. തുടർന്ന് തങ്ങൾ 3 പേരും നല്ല സുഹൃത്തുക്കളാണെന്നും ഈ ഒരു പുതിയ സൗഹൃദം ആഘോഷിക്കണമെന്നും പറഞ്ഞു. അങ്ങനെ അവർ രാജുവിനെയും കൂട്ടി വീട്ടിലേക്ക് വന്നു. അവിടെ ധാരാളം മദ്യം കുടിപ്പിച്ചു. നിഹാലും രാജേഷും മനഃപൂർവ്വം രാജുവിന് ധാരാളം മദ്യം നൽകി. അയാൾ ഒരുപാട് മദ്യപിക്കുകയും ചെയ്തു. ബോധമില്ലാത്ത അവസ്ഥയിൽ രാജേഷ് അയാളെ കഴുത്ത് ഞെരിച്ചു കൊന്നു. ആ രാത്രി അവർ അവിടെ തന്നെ തങ്ങി. ജൂൺ 29 രാവിലെ 5 മണിക്ക് മുൻപ് അവർ മൃതദേഹം ഒരു മുറിയിൽ വച്ചു. ധാരാളം പുസ്തകങ്ങളും തുണികളും മുകളിൽ കൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് എല്ലാം കത്തിച്ചു. ഇരയെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവർ മനഃപൂർവ്വം മുഖം കത്തിച്ചു. തീയിട്ട ശേഷം അവർ വീട്ടിൽ നിന്നും ഇറങ്ങി രക്ഷപ്പെട്ടു. ഇങ്ങനെയായിരുന്നു നിഹാൽ പോലീസിനോട് പറഞ്ഞത്. രാജേഷ് ഇപ്പോൾ എവിടെയാണ്, അവൻ എവിടേക്കാണ് പോയത് എന്ന് നിഹാലിനോട് ചോദിച്ചു. ഇതിന് രാജേഷ് എവിടെ പോയി എന്ന കാര്യം എനിക്കറിയില്ല എന്നാണ് അവൻ പറഞ്ഞത്. രാജേഷ് ദക്ഷിണേന്ത്യയിലേക്ക് പോകില്ല എന്നും അവിടെ താമസിക്കില്ല എന്നും മാത്രമാണ് അയാൾ പറഞ്ഞത്. ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം രാജേഷ് എവിടെയാണെന്ന് തനിക്ക് അറിയില്ല എന്ന് നിഹാൽ തറപ്പിച്ച് തന്നെ പറഞ്ഞു. എന്നാൽ പദ്ധതി നടപ്പിലാക്കിയതിനു ശേഷം ഇരുവരും വീണ്ടും കാണില്ല എന്നും രാജേഷ് പറഞ്ഞിരുന്നു. ഇതൊരു അവസാനമാണ്, വേർപിരിയിലാണെന്നും പറഞ്ഞിരുന്നു. രാജേഷിന്റെ കയ്യിൽ ഒരു പഴയ സിം കാർഡ് ഉണ്ടായിരുന്നു. ഒരു ദിവസം താൻ ആ ഫോണിൽ നിന്നും വിളിക്കുമെന്നും രാജേഷ് തന്നോട് പറഞ്ഞതായി നിഹാൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇന്ന് വരെയും ഏതെങ്കിലും കോളുകൾ വന്നിട്ടുണ്ടോ എന്ന് പോലീസ് ചോദിച്ചു. ഇല്ല എന്നും അവൻ പറഞ്ഞു. ഇതുവരെ ഒന്നും തന്നെ വന്നിട്ടില്ല. ഒരു പക്ഷേ രാജേഷ് നിഹാലിനെ വിളിച്ചാൽ ഒരു സൂചന ലഭിക്കും, തെളിവ് ലഭിക്കുമെന്ന വിശ്വാസത്തിൽ പോലീസ് കാത്തിരിക്കാൻ തീരുമാനിച്ചു. കാത്തിരിപ്പ് വളരെ നീണ്ടു. പക്ഷേ ഒരു ദിവസം നിഹാൽ പോലീസ് കസ്റ്റഡിയിലായിരിക്കെ തന്നെ ഒരു കോൾ വന്നു. ആ കോൾ അറ്റൻഡീവ് സംസാരിച്ചു. അത് രാജേഷ് ആയിരുന്നു. നിഹാൽ പോലീസിന്റെ കൂടെയാണെന്ന കാര്യം രാജേഷിന് അറിയില്ലായിരുന്നു. എല്ലാം ശരിയാണോ, താൻ പിടിക്കപ്പെട്ടോ എന്നുമൊക്കെ അയാൾ നിഹാലിനോട് ചോദിച്ചു. ആർക്കും യാതൊരു സംശയവുമില്ല, ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നിഹാൽ രാജേഷിനെ ആശ്വസിപ്പിച്ചു. നീ ഒരിക്കലും പിടിക്കപ്പെടില്ല, ജയിലിലേക്ക് തിരികെ പോകേണ്ടതില്ല എന്നും പറഞ്ഞു. എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ താനിപ്പോൾ ചെന്നൈയിലാണെന്നാണ് രാജേഷ് പറഞ്ഞത്. ശരി, അങ്ങനെയാണെങ്കിൽ നീ ചെന്നൈയിൽ തന്നെ തുടർന്നാൽ മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കൂ, എനിക്ക് അവിടെ ധാരാളം സുഹൃത്തുക്കളുണ്ടെന്ന് നിഹാൽ രാജേഷിനോട് പറഞ്ഞു. രാജേഷും കുഴപ്പമില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ആ കോൾ അങ്ങനെ കട്ടായി.
രാജേഷ് ചെന്നൈയിലാണെന്ന് അറിഞ്ഞപ്പോൾ പോലീസ് ഉടൻ തന്നെ അവനെ അന്വേഷിക്കാൻ ചെന്നൈയിലേക്ക് പോയി. പിന്നീട് രാജേഷിൽ നിന്നും നിഹാലിന് വീണ്ടും ഒരു കോൾ ലഭിച്ചു. തനിക്ക് സഹായം ആവശ്യമാണെന്ന് രാജേഷ് പറഞ്ഞു. നിഹാലിന്റെ സുഹൃത്തുക്കൾക്ക് സഹായിക്കാനാകുമോ എന്നും ചോദിച്ചു. നിഹാൽ അത് സമ്മതിക്കുകയും തന്റെ സുഹൃത്തുക്കൾ ഒരു നിശ്ചിത സമയത്ത് ഒരു സ്ഥലത്തെത്തും, രാജേഷിനെ കാണുമെന്നും പറഞ്ഞു. ഒരു സമയവും സ്ഥലവും നൽകി അവിടെ എത്താൻ ആവശ്യപ്പെട്ടു. തുടർന്ന് പോലീസുകാർ ചെന്നൈയിലെ ആ സ്ഥലത്തേക്ക് പോയി. ലോക്കൽ ആളുകളെ പോലെ വസ്ത്രം ധരിച്ച് ഉദ്യോഗസ്ഥർ വേഷം മാറി ആ നാട്ടുകാരുമായി ഇടുക്കി ചേർന്ന് അവിടെ കാത്തിരിക്കുകയായിരുന്നു. പറഞ്ഞ സമയത്ത് തന്നെ രാജേഷ് എത്തി. ഇതിനകം സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാർ ഉടൻ തന്നെ അവനെ തിരിച്ചറിഞ്ഞ് ഭോപ്പാലിലേക്ക് കൊണ്ടുവന്നു. നടന്ന സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവനോട് ചോദിച്ചപ്പോൾ താൻ 5 വർഷം ജയിലിൽ കഴിഞ്ഞുവെന്നും അവിടെ താൻ ജീവിതം വെറുത്തുവെന്നും ജീവിക്കാൻ തനിക്ക് ഒരിക്കലും ആഗ്രഹമില്ല എന്നും പറഞ്ഞു. പരോളിൽ പുറത്തിറങ്ങിയെങ്കിൽ കൂടിയും ഇനി ജയിലിലേക്ക് പോയാൽ തനിക്ക് ഒരിക്കലും പുറത്തിറങ്ങാൻ കഴിയില്ല. തനിക്ക് അങ്ങനെ ബന്ധുക്കളുമില്ല, വിവാഹം കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തിരികെ പോകുന്നത് ഒഴിവാക്കാൻ അയാൾ കണ്ട ഏക മാർഗം താൻ മരിച്ചുവെന്ന് പോലീസിനെ വിശ്വസിപ്പിക്കുക എന്നതായിരുന്നു. അതുകൊണ്ടാണ് മുഴുവൻ ഗൂഢാലോചനയും അയാൾ ആസൂത്രണം ചെയ്തത്. ജയിലിൽ നിന്നും രക്ഷപ്പെടാനുള്ള ആഗ്രഹം കാരണം രാജേഷ് ഗുരുതരമായ ഒരു തെറ്റ് ചെയ്തു. അയാളുടെ പേരിൽ ഇതിനകം ഒരു കൊലപാതക കുറ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്വയം രക്ഷിക്കാൻ വീണ്ടും അയാൾ പോലീസിനെ വഞ്ചിച്ചു. അവരുടെ നോട്ടീസിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടു. മറ്റൊരു കൊലപാതകം നടത്തി. ഇതിനകം ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഇനി പരോളിൽ പോലും പുറത്തിറങ്ങാൻ കഴിയില്ല. ഇനി ശേഷിച്ച ജീവിതം പൂർണ്ണമായും ജയിലിൽ തന്നെ കഴിയേണ്ടി വരും. ഈ ഒരു കേസിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത് തെറ്റിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കൂടുതൽ തെറ്റിലേക്ക് തന്നെ നയിക്കും. രാജേഷ് ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു, പക്ഷെ അതിനായി മറ്റൊരാളുടെ ജീവനാണ് അയാൾ എടുത്തത്. ഫലമായി അയാൾക്ക് ജീവിതകാലം മുഴുവനും ജയിൽ കഴിയേണ്ടി വരും. തെറ്റിനെ മറയ്ക്കാൻ മറ്റൊരു തെറ്റ് ചെയ്താൽ അതിൻ്റെ വില ഇരട്ടിയായി മാറും. നിയമത്തെയും സത്യത്തെയും എല്ലാം വഞ്ചിച്ച് താൻ മരിച്ചുവെന്ന് ലോകത്തോട് തെളിയിക്കാൻ അയാൾ പരിശ്രമിച്ചു. പക്ഷെ സത്യം പുറത്ത് വരിക തന്നെ ചെയ്യും. പോലീസ് അത് കണ്ടെത്തുകയും അയാളെ വീണ്ടും പിടിക്കുകയും ചെയ്തു. സത്യത്തെ നമുക്ക് ഒരിക്കലും മറച്ചു വയ്ക്കാനാകില്ല. അതെപ്പോഴായാലും വെളിച്ചത്തിൽ വരും. പിന്നെ അയാൾ തന്നെ പറയുന്നുണ്ട്, ജയിലിലെ കഷ്ടപ്പാട് താങ്ങാനാകാതെയാണ് ജീവിതത്തിൽ നിന്നും ഓടിപ്പോകാൻ ശ്രമിച്ചത് എന്ന്. സത്യത്തിൽ ജീവിതത്തിൽ നിന്നും ഓടിപ്പോകുന്നത് ഒരു പരിഹാരമല്ല. അത് ജീവിതം കൂടുതൽ ഇരുണ്ടതാക്കി മാറ്റും. പ്രശ്നങ്ങളെ നേരിടുകയാണ് ധൈര്യം. അവയിൽ നിന്നും ഓടിപ്പോകുന്നത് ദൗർബല്യമാണ്. പോരാത്തതിന് സ്വയം രക്ഷപ്പെടാൻ അയാൾ മറ്റൊരാളുടെ ജീവൻ കൂടെ എടുത്തു. മനുഷ്യ ജീവിതം അമൂല്യമാണ്. മറ്റൊരാളുടെ ജീവൻ എടുത്ത് സ്വയം ജീവിക്കണം, രക്ഷപ്പെടണം എന്നൊക്കെ ചിന്തിച്ചാൽ ഒരിക്കലും രക്ഷപ്പെടാനാകില്ല. അവൻ രണ്ടാമതും കൊലപാതകം ചെയ്തു. അതാണ് അവന്റെ ജീവിതത്തിന്റെ പൂർണ്ണ നാശത്തിന് കാരണമായത്. മറ്റൊരാളുടെ ജീവൻ എടുത്താൽ അതിന്റെ വില ഒരിക്കലും അടയ്ക്കാനാകില്ല നമുക്ക്. രാജേഷിന് മറ്റൊരു വഴി ഉണ്ടായിരുന്നു. ഈ പരോൾ കാലാവധി അവസാനിച്ച് തിരികെ ജയിലിലേക്ക് പോകാമായിരുന്നു. ഒരു പക്ഷെ നല്ല നടത്തിപ്പ് കാരണം അയാൾക്ക് അടുത്ത ചില വർഷത്തിലെങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുമായിരുന്നു. കാരണം അന്വേഷണത്തിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥർ അയാളെക്കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചപ്പോൾ ജയിലിൽ അയാൾക്ക് നല്ലൊരു പെരുമാറ്റമായിരുന്നു. മറ്റ് സഹതടവുകാരോടൊക്കെ അയാൾ നന്നായി തന്നെ ഇടപഴകുമായിരുന്നു. നല്ല അഭിപ്രായം മാത്രം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ ജയിൽ കഴിഞ്ഞാൽ കൂടിയും അയാൾക്കൊരു മോചനം ലഭിക്കാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇനി അതുമില്ല. സുഹൃത്തിനോടൊരു ആശയം ചോദിക്കാം, പക്ഷേ സുഹൃത്ത് പറയുന്ന ആശയം ശരിയാണോ, നല്ലതാണോ, നമ്മുടെ ജീവിതത്തിന് യോജിച്ചതാണോ എന്നുകൂടെ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. സുഹൃത്ത് പറഞ്ഞ ഈ ഒരു ആശയത്തെ പിന്തുടർന്നു പോയത് കൊണ്ടാണ് രണ്ടാമതൊരു കൊലപാതകം ചെയ്തതും ഇപ്പോൾ ജീവിതകാലം മുഴുവനും ജയിലിലായിരിക്കേണ്ട ഒരു സാഹചര്യം വന്നതും. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ യഥാർത്ഥ ക്രൈം കേസുകളെ കുറിച്ച് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പോകുന്നതിന് മുൻപായി ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻറ്റുമായിരിക്കും ഈ ഒരു വീഡിയോ മറ്റൊരുപാട് പേരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത്, നമ്മുടെ ചാനലിൻ്റെ വളർച്ചയ്ക്കും സഹായിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.